കേൾപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലസ്സഡ് ബ്രദറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾ നമ്മൾ പ്രാർത്ഥിച്ചു, തമ്മിൽ മുഖപരിചയമില്ലെങ്കിലും കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ മാത്രം അനേകർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടതിനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മുടെ മധ്യയെ ദൈവം കേൾപ്പിക്കാൻ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വരുന്നവനായ സർവശക്തനായ ദൈവത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും ബന്ധനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പലയിടങ്ങളിലായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള കർത്താവ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. എല്ലാവരും സുഖവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വീണ്ടും ഒരു ബൈബിൾ സ്റ്റഡിയായി ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ നിന്നും നമ്മൾ ചിന്തിപ്പാനിടയായി. അതിൻ്റെ 6-ാം അധ്യായം വരെ ആണ് നമ്മൾ ഓരോ വചനമായി നമ്മൾ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അത് അനുഗ്രഹത്തിനാക്കി മാറ്റും. പ്രത്യേകിച്ച് ദൈവിക വചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മളിലൂടെ അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. വചനമാണ് നമ്മളെ പണിയുന്നത്, വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, വചനമാണ് ശത്രുവിൻ്റെ എതിരെയുള്ള ഏറ്റവും വലിയ ആയുധം. അത് ആ വചന സത്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ വെളിപ്പെടും തോറും ദൈവപ്രവൃത്തികൾ, ദൈവിക പദ്ധതികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേൽ നിറവേറപ്പെടുവാനിടയാകും. ഹെബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വന്ന് നമ്മൾ നിന്നു. ഇനി 7-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, അവിടേക്ക് 6:20 നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അവിടേക്ക് യേശു മെൽക്കിസെദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. 20-ാം വാക്യത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം തീരുമ്പോൾ, 20-ാം വാക്യത്തിലെത്തുമ്പോൾ മെൽക്കിസെദക്ക് എന്ന ഒരു വ്യക്തിയെ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പരിചയപ്പെടുത്തുന്നു. അതിനു മുമ്പും മെൽക്കിസെദക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെൽക്കിസെദക്ക് എന്ന വ്യക്തി ബൈബിളിൽ വളരെ ചുരുക്കമായി കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് അറിയപ്പെടുന്നത്. പലർക്കും ബൈബിള് പുതിയതായി, അല്ലെങ്കിൽ വിശ്വാസം കടന്നു വന്നവർക്കോ പുതിയതായിട്ട് ബൈബിള് വായിക്കുന്നവർക്കോ ഈ ഒരു മെൽക്കിസെദക്കിനെ പറ്റി പലപ്പോഴും അറിയണമെന്ന് നിർബന്ധമില്ല. അറിവുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എങ്കിലും ഈ മെൽക്കിസെദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതിന് 6-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ എങ്ങനെ നിൽക്കണമെന്നും വിശ്വാസത്തിൽ നിന്ന് വീണു പോകരുതെന്നും കേട്ട വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കണമെന്നും ഒക്കെ പറഞ്ഞ ഒരു താക്കീത്, ഒരു വാർണിംഗ് ഹെബ്രായ സഭയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം അവരെ വീണ്ടും പ്രബോധിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട്, അബ്രഹാമിൻ്റെ ദൈവം കൈവിടാത്ത ദൈവമാണ്, ആണയിട്ട് പറഞ്ഞ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടുമെന്ന്, ആ ദൈവം വിശ്വസ്തനാണെന്നും ആ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണെന്നും ഒക്കെയുള്ള ദൈവിക സത്യങ്ങൾ അവർക്കൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ട്, പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന ഒരു കൂട്ടം യഹൂദ വിശ്വാസികൾ, അവരോട് ആണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി മാത്രം പറയുകയാണ്.
അപ്പോൾ അവർക്ക് വേണ്ടിയാണ്, അവിടെ ഒരു ഹെബ്രായ സഭയ്ക്ക് വേണ്ടിയാണ് ഒരു കൂട്ടം യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റെടുത്ത ഒരു കൂട്ടം യഹൂദന്മാർക്ക് എഴുതിയ ലേഖനമാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം. അതുകൊണ്ട് തന്നെ ഈ കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിനേക്കാളും അവർ എന്തെല്ലാം വിശ്വസിച്ചോ അതിനേക്കാളുമൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് വരെ ചെല്ലുന്ന, അല്ലെങ്കിൽ ദൈവത്തെ മുഖാമുഖം എന്ന പോലെ കണ്ട ഒരു മോശയെക്കാളും ഉന്നതനാണെന്ന് പ്രവാചകൻ, അവർ വിശ്വസിച്ച എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണെന്നും ഒക്കെ പലയിടങ്ങളിലായിട്ട് ഈ 6-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പിന്നീട് അവരേറ്റവും ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തി മഹാപുരോഹിതനാണ്. അപ്പോൾ മഹാപുരോഹിതനായ അഹ്റോനേക്കാളും ഉന്നതനാണ് യേശു എന്ന് പറയുന്നു. പിന്നെ യോശുവായ്ക്ക് വിശ്രമം കൊടുക്കുവാൻ സാധിച്ചില്ല. യോശുവായെക്കാളും ഉന്നതനാണ് സർവശക്തനായ ദൈവത്തിന് പുത്രനായ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞതിന് ശേഷം എന്നിട്ടും ഇവർക്ക് അതിൻ്റെ പൂർണ്ണമായ ബോധ്യം കിട്ടണമെങ്കിൽ അവർ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത യാഗത്തിൽ വിശ്വസിക്കണം. കാരണം നിരന്തരമായി യാഗം കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ. ഇന്നവർക്ക് യാഗം കഴിക്കാൻ കഴിയുന്നില്ല, അവിടെ ആലയം ഇന്നില്ല. അപ്പോൾ ആ യാഗം അന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ ആലയം തകർക്കപ്പെട്ടത്. അപ്പോൾ അന്ന് യാഗത്തെപ്പറ്റിയും അന്നുണ്ടായിരുന്ന എല്ലാത്തിനെ പറ്റി, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെപ്പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അറിയാവുന്ന ഒരു കൂട്ടം ജനത്തോടാണ് സംസാരിക്കുന്നത്. അപ്പം അവരെ പറഞ്ഞ് ഇവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടം ജനമാണ് യഹൂദന്മാർ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ബുദ്ധമതത്തിലുള്ളവർ. പ്രത്യേകിച്ച് വളരെ ശക്തമായ ദൈവത്തിൻ്റെ വചനം ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ പഠിപ്പിക്കപ്പെടുന്ന ചില മതങ്ങളുണ്ട്, നമുക്കറിയാം. അത് അവരുടെ ബുദ്ധിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ബുദ്ധിയെ പലപ്പോഴും ഒരു പ്രിജുഡിസ്, അല്ലെങ്കിൽ അതിന് ആ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയാതെ വണ്ണം അത്ര ശക്തമായൊരു സ്ട്രോങ് ഹോൾഡായിട്ട് നിൽക്കുമ്പോൾ ആ വിശ്വാസ സത്യങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ വളരെ വ്യക്തമായും ശക്തമായും വളരെ ആഴമായിട്ടും ഈ ഹെബ്രായക്കാർക്കെതിരെ ലേഖനം എഴുതിയ അഭിഷക്തൻ മുഖാന്തരം ഒരുപാട് ദൈവിക സത്യങ്ങൾ, മറഞ്ഞു കിടന്ന ഒരുപാട് രഹസ്യങ്ങൾ ചുരുളഴിയുന്നത് പോലെ ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. യേശു ആരാണ്? ഇത് അറിഞ്ഞതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും അത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. യേശു പിന്നീട് വരുമ്പോൾ യേശു അടുത്ത തലത്തിൽ പിന്നെ അവർ വിശ്വസിച്ചത് എബ്രഹാമാണ്. എബ്രഹാമിനെ പോലെ, എബ്രഹാമിന് അപ്പുറത്ത് കാരണം എബ്രഹാമാണല്ലോ അവരുടെ ഗോത്രപിതാവ്, അവരുടെ പൂർവ്വപിതാവ്, വിശ്വാസികളുടെ പിതാവ്. അവരുടെ ഗോത്ര ദൈവമാണ് അവർ വിശ്വസിച്ചിരുന്ന അഡോണായി, അല്ലെങ്കിൽ അവര് യഹോവ എന്ന് അവർ പറഞ്ഞിരുന്ന ആ ദൈവം. യഹോവ എന്ന പദം പോലും ഒരു വായിൽ എടുക്കുവാൻ ഭയപ്പെടുന്ന ഒരു കൂട്ടം ജനം. അപ്പോൾ ഞങ്ങളുടെ ദൈവം എന്ന് മാത്രം പറഞ്ഞ, മറ്റുള്ളവരുടെ ദൈവമല്ല, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസക്കൂട്ടം, വിശ്വാസ സമൂഹം. അതല്ല, ഈ ദൈവം നിങ്ങളുടെ ദൈവം മാത്രമല്ല, നിങ്ങളുടെ ഗോത്രദൈവം മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ മുഴുവൻ സർവശക്തനായ ആമേൻ ദൈവമാണ്. എല്ലാവർക്കും വേണ്ടിയും ആ ദൈവം, സ്തോത്രം, കർത്താവ് നമ്മളെ എല്ലാവരെയും ചേർക്കുവാൻ ആണ് ദൈവിക പദ്ധതി എന്ന് ഇവർക്കൊന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം കഴിഞ്ഞു, ഇനി അതിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. ദർ ഇസ് എ ചേഞ്ച്. അവിടെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു മാറ്റം അവിടെ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവരെ നമ്മളെ പാരമ്പര്യത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന പാരമ്പര്യ സഭകളിൽ പൗരോഹിത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള പാരമ്പര്യ സഭകളാണ് പലതും. പക്ഷേ അതെല്ലാം പലതും ലേവി പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഹെബ്രായക്കാർക്ക് ഇത് ലേഖനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അന്ന് ചെയ്യുന്ന പല കർമ്മങ്ങളും അത് തീർന്നു.
അതാണ് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ അത് വ്യക്തമായി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പല പാരമ്പര്യ സഭകളും ഹെബ്രായക്കാർക്ക് ഇത് ലേഖനം വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. കാരണം അവിടെ ഒരു മാറ്റം വന്നു, പൗരോഹിത്യത്തിനൊരു മാറ്റം വന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മെൽക്കീസദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട്, ഈ മെൽക്കീസദക്ക് ആരാണെന്ന്, അല്ലെങ്കിൽ മെൽക്കീസദക്ക് എന്ന വ്യക്തി ആരാണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് ഈ 7-ാം അധ്യായം. അവിടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാലകാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ മെൽക്കീസദക്കിനെ പറ്റി ഒരു ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. 4 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ എബ്രഹാമിൻ്റെ കാലഘട്ടങ്ങളിൽ ദശാംശം കൊടുത്തിരുന്നു, അത് ആർക്ക് കൊടുത്തിരുന്നു എന്നതിനെ പറ്റിയും, അതുകൊണ്ട് മെൽക്കീസദക്ക് എബ്രഹാമിനെക്കാളും ഉന്നതനാണെന്നും അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. പിന്നെ 12 തൊട്ട് 14 വരെ അവിടെ ഒരു പൗരോഹിത്യത്തിന് മാറ്റം വന്നു. ലേവി പൗരോഹിത്യത്തിൽ നിന്നും ഒരു മെൽക്കീസദക്കിൻ്റെ പൗരോഹിത്യത്തിലേക്ക് അവിടെ മാറ്റം വന്നു എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 15 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പ്രമാണങ്ങളെല്ലാം മാറി എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയും വ്യക്തമായി പറയപ്പെടുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ദൈവം ആണ കൊണ്ട് ഉറപ്പിച്ച ഒരു പൗരോഹിത്യം, മെൽക്കീസദക്ക് പൗരോഹിത്യം മാത്രമേ ഉള്ളൂ എന്നും, ഒരു നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു മെൽക്കീസദക്ക് എന്ന പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് അവിടെ നിത്യതയിൽ കർത്താവ് എന്ത് ചെയ്യുന്നുവെന്നും, സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ച യേശു അല്ലെങ്കിൽ മെൽക്കീസദക്ക് ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സമാഗമ കൂടാരം കാണിക്കുന്നതും സ്വർഗത്തെ ആയിരുന്നു എന്നൊക്കെ വ്യക്തമായ ആ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ. അപ്പോൾ ഇമേജറി ഒരു പ്രതിബിംബമായി പലതും കാണുമ്പോൾ അത് വരാൻ പോകുന്ന പൂർണ്ണതയുടെയോ യാഥാർത്ഥ്യത്തിൻ്റെയോ ഒരു പ്രതിച്ഛായയായി ആണ് എന്ന് ഇവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതൊന്ന് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം കിട്ടുമല്ലോ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്നും വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്ന് അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. വാക്യങ്ങൾ 10-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. അവിടെ 1-ാം വാക്യത്തിൽ ഈ ശാലേം രാജാവിനെ പറ്റി, അല്ലെങ്കിൽ ഈ മെൽക്കീസദക്ക് എന്ന് പറയപ്പെടുന്ന മിസ്റ്റീരിയസ് പേഴ്സൺ, ഒരു ഉദയനക്ഷത്രമല്ല, അല്ലെങ്കിൽ കോമറ്റ്, ഒരു വാൽനക്ഷത്രം പെട്ടെന്ന് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പോകുന്നത് പോലെ ബൈബിളിൽ ഈ മെൽക്കീസദക്ക് എന്ന വ്യക്തിയെ പറ്റി 3 സ്ഥലത്തായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1000 വർഷങ്ങളുടെ ഗ്യാപ്പിൽ ഈ മെൽക്കീസദക്ക്, ദൈവം മെൽക്കീസദക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിക്കണമെന്നില്ല. അവിടെ എബ്രഹാം ഒരു യുദ്ധം കഴിഞ്ഞ് ജയാളിയായി മടങ്ങി വരുമ്പോൾ അപ്പവും വീഞ്ഞുമായി കടന്നു വരുന്ന ഒരു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായി മെൽക്കീസദക്കിനെ കാണുന്നു. അവിടെ എബ്രഹാം അദ്ദേഹത്തിന് ദശാംശം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ദാവീദ് 1000 വർഷങ്ങൾക്ക് ശേഷം ദാവീദ് അനേക 1000 വർഷങ്ങൾക്ക് ശേഷം ഈ മെൽക്കീസദക്കിനെ പറ്റി 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് എഴുതുന്നതിന് തൊട്ട് മുമ്പ് അതിനുശേഷം മെൽക്കീസദക്കിനെ പറ്റി
അവിടെ എഴുതിയിട്ടുണ്ട്. സമയങ്ങൾ വായിച്ചാൽ മതി. അതിനുശേഷം ഹെബ്രായക്കാർക്ക് ലേഖനത്തിലാണ് ഈ മെൽക്കീസദെക്ക് എന്ന വ്യക്തി പിന്നീട് ചില 1000 വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുന്നത്. അവിടെ ഏകദേശം 8 പ്രാവശ്യം മെൽക്കീസദെക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ഏകദേശം 10 പ്രാവശ്യം ബൈബിൾ ചിലയിടങ്ങളിലായി ഈ മെൽക്കീസദെക്ക് എന്ന വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ മെൽക്കീസദെക്ക് ആരാണ്? മെൽക്കീസദെക്കിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് മെൽക്കീസദെക്ക് ബൈബിളിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ടത്? അപ്പോൾ ആ മെൽക്കീസദെക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റിയും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത ആ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ആ യാഗത്തെ പറ്റിയും വ്യക്തമായ ഒരു ബോധ്യം കൊടുക്കുവാൻ ആ മറഞ്ഞു കിടന്ന ഒരു ദൈവിക രഹസ്യം ആ ഒരു ഹെബ്രായ വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മെൽക്കീസദെക്ക് ആരാണ്? ഈ മെൽക്കീസദെക്ക് ശാലേം രാജാവാണ്. ഈ മെൽക്കീസദെക്കിന് എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് വായിക്കാം. ജനസിസ് 14 വാക്യത്തിൽ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് വായിക്കാത്തവരുണ്ടെങ്കിലോ സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. അബ്രഹാം ഒരു വിശ്വാസിയുടെ പിതാവാണ് എന്ന് നമ്മൾ പറഞ്ഞാലും എബ്രഹാമിനെ ഒരു യുദ്ധവീരനായി കാണുന്ന ഒരു ഭാഗമാണ് 14-ാം അധ്യായം. പൊതുവെ എബ്രഹാം വളരെ ലോ പ്രൊഫൈലിൽ പോകുന്ന ആളാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അബ്രഹാം ദാവീദിനെക്കാളും ശക്തനായ യുദ്ധവീരനായിരുന്നു അബ്രഹാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം അത് മറ്റുള്ള മുമ്പിൽ കാണിച്ചില്ലെന്നുള്ളേ ഉള്ളൂ. അല്ലേ? അപ്പോൾ അവിടെ ജനസിസ് 14:14 അവിടെ ലോത്തും എബ്രഹാമും കൂടെയാണ് വിശ്വാസ ജീവിതത്തിൽ കാൽച്ചുവടുകൾ എടുത്തത്. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോത്ത് 2 പ്രാവശ്യം പിടിക്കപ്പെട്ടു. ലോത്തിനെ ദൈവം വിളിച്ചതല്ല, എബ്രഹാമിനെ ദൈവം വിളിച്ചു. തൻ്റെ സഹോദരിപുത്രനായ ലോത്ത് എബ്രഹാമിനോട് കൂടെ ഇറങ്ങി, വിശ്വാസത്തിൽ ഇറങ്ങിയ എബ്രഹാമിൻ്റെ കൂടെ ലോത്തും കൂടെ പോയി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ മഹാസമ്പന്നരായി തീർന്നപ്പോൾ, ദേശത്തിന് ഇവരെ വഹിയാതെ വന്നപ്പോൾ, ഇവരുടെ ഇടയന്മാർ തമ്മിലൊരു പ്രശ്നമുണ്ടായപ്പോൾ, ഇവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചപ്പോൾ ലോത്ത് ഒരു വശത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊയ്ക്കോളാം, നമുക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പോകുന്നില്ല. അതെ, നീരോട്ടമുള്ള ഒരു ദേശം ലോത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ സൊദോം ഗൊമോറ ദേശത്ത് പോയി ലോത്ത് വാർത്തു. പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ ഒരു പാപത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ ഒരു കൂട്ടം ജനം ലോകം കണ്ട്. അതുപോലെ പാപത്തിൽ ജീവിച്ചിരുന്ന 2 പട്ടണങ്ങളായിരുന്നു സൊദോം ഗൊമോറ. അവിടെ ജീവിച്ചിരുന്ന അവിടുത്തെ രാജാവ് മറ്റൊരു രാജാവുമായിട്ട് ഒരു യുദ്ധമുണ്ടാകുകയും 4 രാജാക്കന്മാരും 5 രാജാക്കന്മാർ ചേർന്ന് 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇവര് ആ രാജാവിന്റെ കീഴിലായിരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ സൊദോം ഗൊമോറ ഭരിച്ചിരുന്ന രാജാവ് തിരിഞ്ഞോടുകയും പിന്നീട് ഈ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് 14:14. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളേ ഉള്ളൂ. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് എബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് താൻ അവരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. സമ്പത്തൊക്കെയും തോൽപ്പിച്ചു. ദമശ്കന്റെ ഇടത്തുഭാഗത്തുള്ള കൂട്ടിക്കൊണ്ട് മടക്കിക്കൊണ്ടുവന്നു. അപ്പോൾ തൻ്റെ സഹോദരനായ അബ്രഹാമിന് അപ്പോൾ 5 രാജാക്കന്മാരുടെ നേരെ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ സിഥീം താഴ്വരയിൽ കീഴ്ക്കുഴികളിൽ അവിടെ യുദ്ധം ചെയ്യുമ്പോൾ ഈ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിൻ്റെ
9-10 വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ രാജാക്കന്മാർ 5 പേര് കൂടി ഈ രാജാക്കന്മാരെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഈ 4 രാജാക്കന്മാരെ വെറും 318 പേരുമായിട്ട് പോയിട്ട് ആ എബ്രഹാം തൻ്റെ ഭവനത്തിൽ വളർന്ന ജനിച്ചവരും തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരുമായി പോയിട്ട് ഇവരെ തോൽപ്പിക്കുകയാണ്. അപ്പൊ യഹൂദന്റെ യുദ്ധവീര്യവും യുദ്ധ സാമർഥ്യവും അബ്രഹാമിന്റെ സിരകൾക്കുള്ളിൽ, രക്തധമനികൾക്കുള്ളിൽ അടങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ, യഹൂദനെ തോൽപ്പിക്കുവാൻ ഇന്നും ബുദ്ധിമുട്ടാണ്. കേവലം 318 പേരുമായി 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് 4 രാജാക്കന്മാരെ തോൽപ്പിക്കുക മാത്രമല്ല, തൻ്റെ സഹോദരി പുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ആണ് ഒരു രാജാവ് എബ്രഹാമിനെ കാണുവാനായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ 16-ാം വാക്യത്തിൽ മടങ്ങി വന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ എബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുകയാണ്. എബ്രഹാം ആ യുദ്ധത്തിൽ ജയിച്ച ഒരു വലിയ ജയവുമായി മടങ്ങി വരുന്ന എബ്രഹാമിന്റെ അടുക്കിലേക്ക് ഒരു സൊദോം രാജാവ് കടന്നു വന്നതിനെ എതിരേറ്റ് ചെന്നു. ഈ രാജാവ് ചെന്നതിന് ശേഷം മറ്റൊരു രാജാവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ രാജാവാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന രാജാവ് ആയിരിക്കുന്ന മെൽക്കിസദേക്ക്. അത് വായിക്കാം നമുക്ക്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത് ഈ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തി 1 രാജാവായിരുന്നു, 2 ഇദ്ദേഹം ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു പദവി ആർക്കും ലഭിച്ചിട്ടില്ല. രാജാവും പുരോഹിതനുമായി ഒരുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നത് മെൽക്കിസദേക്കിനെ മാത്രമേ ഉള്ളൂ. ബൈബിളിൽ ഏകദേശം 7 പ്രാവശ്യം ക്രിസ്റ്റോഫനിയായി കാണുന്നു. 2 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ക്രിസ്റ്റോഫനി, ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഇങ്ങനെ വാക്ക് അത്ര പിടിയില്ല. മറ്റൊന്ന് തിയോഫനിയ. അപ്പൊ ഈ ക്രിസ്റ്റോഫനി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ യേശു വെളിപ്പെടുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ പലയിടങ്ങളിലായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നതാണ് ക്രിസ്റ്റോഫനി. അതിലൊരു ക്രിസ്റ്റോഫനി ആദ്യം യേശു പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന ഭാഗമാണ് ഈ മെൽക്കിസദേക്ക് എന്ന് പറയപ്പെടുന്നത്. പിന്നീട് യോശുവായ്ക്ക് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതും ക്രിസ്റ്റോഫനി യേശു ആണെന്ന് പറയപ്പെടുന്നു. അതിന് വ്യക്തമായി നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ ഒരു ഉപദേശമായിട്ട് ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു വെളിപ്പാടായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഭാഗത്ത് ഹാഗാറിന് വെളിപ്പെടുന്ന ദ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ദ ഏഞ്ചൽ എന്നല്ല, ദി ഏഞ്ചൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നതൊക്കെ ക്രിസ്റ്റോഫനി, കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ ക്രിസ്തു പലയിടങ്ങളായിട്ട് വെളിപ്പെടുന്നുണ്ട്. ക്രിസ്റ്റോഫനിയായി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തുവിനെ പാറയായി പ്രതിച്ഛായയായി പറയപ്പെടുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടായി പ്രതിച്ഛായയായി പറയപ്പെടുന്നത്. അതല്ല, യേശു ക്രിസ്തു ആളത്വമായി വെളിപ്പെടുന്നത് ഭാഗമാണെന്ന് പറയപ്പെടുന്നു. ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിനകത്ത് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എങ്ങനെ വേണമെങ്കിൽ ആമേൻ. പക്ഷേ ഒരുപക്ഷെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു വെളിപ്പെടുന്നു പഴയ നിയമത്തിൽ. മറിഞ്ഞു കിടക്കുന്ന പാറയായ ക്രിസ്തു, അത് that's a picture, that's an image, അതല്ലെങ്കിൽ ഒരു പ്രതിച്ഛായയാണ്. യോശുവ യേശുവിനെ പ്രതിദാനം ചെയ്യുന്നു. മോശയ്ക്ക് ജനത്തെ മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞത് യോശുവായ്ക്കായിരുന്നു. അത് പുതിയ നിയമത്തെ കാണിക്കുന്നു. പഴയ നിയമത്തിന് ഒരിക്കലും ഒരു വ്യക്തിയെ സാൽവേഷനിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്ന ഉള്ളൊരു സത്യം അത് മറഞ്ഞു കിടക്കുന്ന ഒരു നിഴലായി നമ്മൾ കാണുകയാണ്. എന്ന് പറയുന്ന പോലെ അല്ല, ക്രിസ്റ്റോഫനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യേശു തന്നെ
പല രൂപത്തിൽ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ ബാലന്മാർ തീയിൽ കിടക്കുമ്പോൾ 3 പേരെയാണ് തീയിലിട്ടെങ്കിലും 4 പേർ കെട്ടഴിഞ്ഞവരായി തീക്കുള്ളിൽ നടക്കുന്നതായി കാണുമ്പോൾ രാജാവ് പറയുന്നു, 4-മനായി നടുവിൽ നിൽക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ പുത്രന് സമനായിരിക്കുന്നു. അത് യേശുവായിരുന്നു ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശു വെളിപ്പെടുന്നതിന് മുമ്പ്, ലോകത്തിന് വെളിപ്പെടുന്നതിന് മുമ്പ് ആമേൻ പലയിടങ്ങളിലായി പഴയ നിയമത്തിൽ കാണുന്നു. യാക്കോബിന് വെളിപ്പെടുന്നത് ദ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത് ഇൻ എ ഡ്രീം. അത് ഉയർത്തി വെക്കപ്പെട്ട ഒരു ഗോവണി, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെക്കപ്പെട്ട ഒരു ഗോവണി കാണുമ്പോൾ അവിടെ 31 സമയമുള്ളപ്പോൾ വായിച്ച നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൽ അവിടെ യാക്കോബ് അതേ ഏകനായി കിടക്കുമ്പോൾ, കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ അവിടെ ദൈവം സംസാരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നാ. ദ ഏഞ്ചൽ ഓഫ് ഗോഡ് അപ്പിയർഡ് ടു മോസസ്. എവിടെ? എക്സഡസ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ. അതും യേശു തീക്കുള്ള മുൾപ്പടപ്പിൽ കത്തുന്ന, മുൾപ്പടപ്പ് വെന്ത് പോകാതെ തീ കത്തുന്നതായിട്ട് മോശ കാണുമ്പോൾ അവിടെയും പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കാം, ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദി ഏഞ്ചൽ ഓഫ് ഗോഡ് ആണ്. പക്ഷേ ദൂതന്മാർ പലയിടങ്ങളിലായി വെളിപ്പെടുന്നുണ്ട്. അത് തിയോഫനിയാണ്. പക്ഷേ ക്രിസ്റ്റോഫനി ആയിരിക്കുന്ന, അല്ലെങ്കിൽ യേശു തന്നെയായി, യേശു പഴയ നിയമത്തിൽ വെളിപ്പെടുന്നതായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ മെൽക്കീസെദെക്ക് എന്ന വ്യക്തിയായി എബ്രഹാമിന് മുമ്പിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ മെൽക്കീസെദെക്ക് ഒരു കാര്യം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ മെൽക്കീസെദെക്ക് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ പ്രതിനിധീകരിക്കുകയും മാത്രമല്ല, ഈ മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. അതായത് മോശയുടെ ന്യായപ്രമാണം മുഖാന്തരം ലേവി പൗരോഹിത്യത്തിലൂടെ ഉണ്ടായിരുന്ന ലേവി പൗരോഹിത്യത്തിന് ഒരുവനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് ഇവർക്കൊന്ന് ബോധ്യം കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ലേവി പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്നുമല്ല, ലേവി പൗരോഹിത്യം ഇസ്രായേലിന് മാത്രമുള്ളതാണ്. എന്നാൽ മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരുവൻ ലേവി പൗരോഹിത്യത്തിനകത്ത് നിൽക്കണമെങ്കിൽ അവൻ ലേവി ബ്ലഡ് ഉള്ളവനായിരിക്കണം, ലിവൈറ്റ് ബ്ലഡ് ഉണ്ടായിരിക്കണം, ലേവി കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം. ഈ ഷുഡ് ബി എ ലിവൈറ്റ്. പക്ഷേ ഈ മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ ഒരു പൗരോഹിത്യത്തിനകത്തേക്ക് ആയിരിക്കുമ്പോൾ ആ വ്യക്തി ലേവി പൗരോഹിത്യത്തിലായിരിക്കണമെന്നില്ല. കാരണം യേശു ക്രിസ്തു ലേവി പൗരോഹിത്യത്തിലല്ലായിരുന്നു. യേശു ക്രിസ്തു വന്ന യൂദാ ഗോത്രത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ലേവി അല്ലെങ്കിൽ യേശു ക്രിസ്തു മഹാപുരോഹിതനായി എങ്ങനെ മാറും, എങ്ങനെ യേശു ക്രിസ്തു മഹാപുരോഹിതനാകും? യൂദാ ഗോത്രത്തിൽ നിന്നൊരു വ്യക്തിക്ക് ഒരിക്കലും മഹാപുരോഹിതനാകാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു യൂദാ ഗോത്രത്തിൽ എന്നല്ല, യേശു ക്രിസ്തു യൂദാ ഗോത്രത്തിലാണ് ജനിച്ചത്. പക്ഷെ യൂദാ ഗോത്രത്തിൽ യേശു ഒരു അമ്മയുടെ ഉദരത്തിൽ ശിശുവായി യേശു വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ജീസസ് വാസ് ഓൾറെഡി ദേർ. യേശു മെൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനായി മാത്രമല്ല രാജാവുമായി കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഓൾറെഡി ഉണ്ടായിരുന്നു. കാരണം ലേവി പൗരോഹിത്യത്തിന് ഒരിക്കലും പാപങ്ങളെ നീക്കുവാൻ കഴിയത്തില്ല എന്നുള്ള വാസ്തവം ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്നേക്ക് ലേവി പൗരോഹിത്യത്തിൽ ദിനംതോറും യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പാപത്തിനുള്ള യാഗം ചെയ്യുമ്പോൾ ഓൾറെഡി മറ്റൊരു സൈഡിൽ വേറൊരു പാപം ചെയ്തു കഴിഞ്ഞു. അപ്പം ഈ പാപത്തിനുള്ള യാഗം കഴിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വേറൊരു പാപം ചെയ്തു കഴിഞ്ഞു. മഹാപുരോഹിതൻ പാപത്തിന് വേണ്ടി യാഗം കഴിക്കുമ്പോൾ തന്നെ ജനത്തിൽ എവിടേക്ക് ആരൊക്കെയോ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്കും നിർത്താൻ കഴിയാത്തൊരു യാഗത്തിൻ്റെ യാഗമായി പഴയ നിയമത്തിൻ്റെ ലേവി പൗരോഹിത്യത്തിൽ നിൽക്കുമ്പോൾ യാഗങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടുകയും ആ യാഗം കൂടാതെ ഒരു വ്യക്തിക്ക് നിത്യത അവകാശിയായി തീരാൻ കഴിയുമെന്നും വ്യക്തമായി വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുവാൻ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പാടുപെടുകയാണ്. അദ്ദേഹം എബ്രഹാമിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് കടന്നുപോയിട്ട്
മെൽക്കീസേദെക്ക് ഈ ലേവി പൗരോഹിത്യത്തെക്കാളും ഉന്നതനായി ഒരു പൗരോഹിത്യമാണ്. അല്ലെങ്കിൽ ആ ലേവി പൗരോഹിത്യത്തിൽ നിൽക്കുവാനല്ല, ഇനി അതിൽ വിശ്വസിക്കുവാനല്ല, ഈ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവർ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയാണ് പുതിയ നിയമ സഭയെ ദൈവം തീർത്തിരിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2:24 അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാജാക്കന്മാരും നിങ്ങൾ പുരോഹിതന്മാരുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യു ആർ ഫ്രം നോട്ട് അണ്ടർ ദ ലെവൈറ്റ് പ്രീസ്റ്റ്ഹുഡ്. നിങ്ങളെ ദൈവം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തു 3 തലങ്ങളിൽ ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. കാരണം അതെ, യേശുക്രിസ്തു 3 തലങ്ങളിൽ, ഈസ് ഇൻ 3 ഓഫീസസ്. ആത്മീയ മണ്ഡലത്തിൽ ഒരു പുരോഹിതനാണെങ്കിൽ അദ്ദേഹം പുരോഹിതൻ മാത്രമായിട്ടേ ഇരിക്കത്തുള്ളൂ. അദ്ദേഹം രാജാവാകാൻ കഴിയത്തില്ല. അദ്ദേഹം ഒരു പ്രവാചകനാണ് നിർബന്ധമില്ല. പ്രവാചകന് ഒരുപക്ഷെ പുരോഹിതനുമായിട്ട് ഒരാൾക്ക് നിൽക്കാം. പക്ഷേ പുരോഹിതനും രാജാവുമായിട്ട് ഒരു ലേവി പൗരോഹിതൻ അഹ്റോന് സാധിക്കത്തില്ല, മോശയ്ക്ക് സാധിക്കത്തില്ല, യോശുവായ്ക്ക് സാധിക്കത്തില്ല. അവിടെ യേശുക്രിസ്തു, അവിടെ കർത്താവായ യേശുക്രിസ്തു പുരോഹിതനും രാജാവുമായി ഒരേ സമയം ആയിരിക്കുമ്പോൾ ആ ഒരു പൗരോഹിത്യത്തിന്റെ കീഴിലേക്കാണ് പുതിയ നിയമസഭയെ അല്ലെങ്കിൽ ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം കൊണ്ടിരുന്നത്. അപ്പം ഈ മെൽക്കീസേദെക്ക് എന്ന് പറയുന്ന വ്യക്തി ശാലേം രാജാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടുത്തെ രാജാവാണ് അദ്ദേഹം? ഹി ഈസ് ഫ്രം ശാലേം എന്ന് പറഞ്ഞ, ശാലേം എന്ന യെരൂശലേം എന്ന് വേണമെങ്കിൽ പറയാം. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നും പറയാം. യെരൂശലേമിൽ സമാധാനത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യെരൂശലേമിന്റെ മറ്റൊരു പേരാണ് ശാലേം. അപ്പോൾ ജെറൂസലേമിന്റെ രാജാവായിട്ടും സമാധാനത്തിന്റെ രാജാവായിട്ടും വെളിപ്പെടുന്ന ഒരു മെൽക്കീസേദെക്കിനെ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, ഇദ്ദേഹം രാജാവാണ്. അതേ സമയത്ത് തന്നെ ഇദ്ദേഹം പുരോഹിതനുമാണ്. ഇദ്ദേഹം ഏത് പുരോഹിതനാണെന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവത്തിന്റെ പുരോഹിതനെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുന്ന ആ പേരിൽ പറയുന്ന ദൈവത്തിന്റെ പുരോഹിതനല്ല ഇദ്ദേഹം. ഇദ്ദേഹം അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. ഹി ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ദ എൽ എലിയോൻ, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഏറ്റവും ഉന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി അവിടെ വെളിപ്പെടുക. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ലേവി പൗരോഹിത്യത്തിന് അപ്പുറത്ത് ഒരു പൗരോഹിത്യം ഉണ്ട്. അത് വെളിപ്പെടുവാൻ പോവുകയാണ്. അത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ആയിരിക്കുന്ന ലേവി പൗരോഹിത്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യനെ നിത്യതയോ സാൽവേഷനിലേക്ക് എത്തിക്കാൻ പരാജയപ്പെട്ടു പോയി. ആ തലത്തിൽ ആ പരാജയത്തെ മാറ്റുവാൻ അത് ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തുകയായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് സാൽവേഷൻ പ്രാപിക്കാൻ സാധിക്കത്തില്ലെന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചു. അബ്രഹാമിന് ശേഷം ഏകദേശം 430 വർഷങ്ങൾക്ക് ശേഷം വന്ന മോശ 4 തലമുറ കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം കൊടുക്കപ്പെടുന്നത്. ഈ ന്യായപ്രമാണം കൊടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമും ദൈവവും ഈ അത്യുന്നതനായ മെൽക്കീസേദെക്ക് എന്ന അല്ലെങ്കിൽ ക്രിസ്തോഫിനിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു മുഖാമുഖം കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ മെൽക്കീസേദെക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, മെൽക്കി എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദി കിങ് ഓഫ് റൈറ്റസ്നെസ്. അവിടെ മെൽക്കീസേദെക്ക്, അതെ, കിങ് ഓഫ് സാലേം ഇൻ ജെറൂസലേം പ്രീസ്റ്റ്. അവിടെ മെൽക്കീസേദെക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വിച്ച് മീൻസ് കിങ്. മെൽക്കി എന്ന് പറഞ്ഞാൽ രാജാവാണ്. സെദെക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റസ്നെസ്, നീതിയുടെ രാജാവായി, അല്ലെങ്കിൽ ശാലേം രാജാവ് സമാധാനത്തിന്റെ രാജാവായി, സമാധാനവും നീതിയും ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു രാജാവായി ആണ് യേശു വെളിപ്പെടുന്നത്. സമാധാനം മറ്റൊന്നുമല്ല, ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തെ നടിച്ചുവർ നീക്കിക്കളഞ്ഞിട്ട് പലരും നമുക്ക് സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഹൃദയത്തിൽ സമാധാനം തരണമേ. പക്ഷേ ദൈവവുമായിട്ടുള്ള ആ കൂട്ടുബന്ധത്തിൽ സമാധാനം വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം വരത്തുള്ളൂ. ദൈവവുമായിട്ട് എവിടെയെങ്കിലും നമുക്ക് ശത്രുത ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് എവിടെയോ ഉലച്ചിൽ വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ സമാധാനത്തിൻ്റെലേക്ക് മടങ്ങിക്കൊണ്ടിരുവാൻ ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട്
അവൻ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുവാൻ അല്പമായ സമാധാനമല്ല, ദൈവവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടുബന്ധത്തിലൂടെ നടക്കുന്ന അവന്റെ അവസ്ഥകളെയൊക്കെ മറികടക്കുന്ന ഒരു ദൈവിക സമാധാനത്താൽ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരുവാൻ കടന്നു വന്ന ഒരു മഹാപുരോഹിതൻ എന്ന് മാത്രമല്ല, ഹി ഈസ് ഓൾസോ എ കിങ്. മെൽക്കി എന്ന് പറഞ്ഞാൽ കിങ്, സെഡക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റസ്നെസ്, ഒരുവനെ നീതീകരിക്കുന്ന ഒരു രാജാവായി വെളിപ്പെട്ടു. അത്യുന്നതനായ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ പുരോഹിതൻ മാത്രമല്ല, ഇദ്ദേഹം ഒരു രാജാവും കൂടെയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യത്വവും രാജ്യത്വവും പൗരോഹിത്യവും കൂടെ ഒന്നിച്ചു ചേരുന്ന ഇതായിട്ട് നമുക്ക് ഒരിടത്തും കാണുവാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു രാജാവ് ഒരിക്കൽ ശ്രമിച്ചതായിട്ട് നമുക്കറിയാം. അവിടെ നമുക്കറിയാം, നമ്മുടെ ഉസിയ രാജാവ് ഒരിക്കൽ പുരോഹിതൻ ചെയ്യുന്ന കാര്യം ചെയ്യുവാൻ നോക്കുന്നു. 2 ക്രോണിക്കൽസ് നമുക്ക് ബൈബിൾ വായിച്ചവർക്ക് അറിയാവുന്നവർക്കറിയാം. അവിടെ 2 ദിനവൃത്താന്തം 26:14-21 അതേ ഉസിയ രാജാവ്, എനിക്കൊന്ന് ശലോമോന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇസ്രായേലിനെ വളരെ ശക്തമായി അദ്ദേഹം നയിക്കുകയും ഉയർച്ച കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉയർച്ച വന്നു, അത് നിഗളിച്ചു. അപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ യഹോവയോട് കുറ്റം ചെയ്തു. എങ്ങനെയാന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ധൂപപീഠത്തെങ്കിൽ ഈ രാജാവ് പോയിട്ട് ധൂപം കാട്ടുവാൻ പോയി. ധൂപം കാട്ടി ഇവിടെ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്ന് അസരിയ പുരോഹിതൻ അവനോടുകൊണ്ട് ധൈര്യശാലികളായ അവർ നിൽക്കുമ്പോൾ തന്നെ ധൂപം കാട്ടുന്ന ഈ രാജാവിനോട് പുരോഹിതന്മാർ പറഞ്ഞു, നിങ്ങൾ രാജാവായിരിക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ നിന്നും ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. സ്തോത്രം, നിങ്ങൾ രാജാവായിരിക്കാം, പക്ഷേ അവിടെ ഉസിയ രാജാവ് ധൂപം കാട്ടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് അവിടെ നമുക്കറിയാം അദ്ദേഹം പിന്നീട് കുഷ്ഠം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജാവാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു വ്യക്തിക്ക് പുരോഹിതനാകുവാൻ സാധിക്കും. യേശുക്രിസ്തു ഹി വാസ് എ കിങ്, യേശുക്രിസ്തു രാജാവല്ല, രാജാവാണ്. രാജാതി രാജാവും യേശുക്രിസ്തു മഹാപുരോഹിതനുമായി, യേശുക്രിസ്തു അത് മാത്രമല്ല ഒരു പ്രവാചകനുമായി കർത്താവായ യേശുക്രിസ്തു 3 തലത്തിലുള്ള അഭിഷേകത്തിന്റെ ഓഫീസിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ദൈവമക്കൾക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരോട് ഈ യേശുക്രിസ്തു എബ്രഹാമിന് മുമ്പുണ്ടായിരുന്നു എന്ന് ആരാണ് പറയുന്നത്? യേശുക്രിസ്തു പറഞ്ഞു. യേശുക്രിസ്തു വെറുതെ പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് യേശുക്രിസ്തു പറയുന്നത്. ഇപ്പോൾ അന്നുണ്ടായിരുന്ന യഹൂദന്മാർക്കും യേശുക്രിസ്തു ഈ പറഞ്ഞത് യേശുക്രിസ്തുവിന് ഭൂതമുണ്ടെന്ന് പറയുവാനുള്ള കാരണമുണ്ടായിരുന്നു. അത് യോഹന്നാൻ സുവിശേഷം 8:52 യഹൂദന്മാർ അവനോട് പറയാൻ, നിനക്ക് ഭൂതമുണ്ട്. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു അബ്രഹാമിനേക്കാളും ഉന്നതനാണ്. മറ്റൊരർത്ഥത്തിൽ യേശു ഇവരോട് പറഞ്ഞു. അത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഇപ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഇവർ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എബ്രഹാമിന് മുമ്പ് പ്രവാചകന്മാർ, നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ എബ്രഹാമിനേക്കാളും നീ വലിയവനാണോ എന്ന് ചോദിക്കുന്നു. നീ എബ്രഹാമിനേക്കാളും വലിയവനാണോ? യേശുക്രിസ്തു പറഞ്ഞു, മറ്റൊരു രീതി യേശുക്രിസ്തു നേരെ പറഞ്ഞില്ല, പക്ഷെ യേശുക്രിസ്തു പറഞ്ഞു, അതെ, ഞാൻ എബ്രഹാമിനെക്കാളും വലിയ. ഇതാണ് ഈ ഒരു കാര്യമാണ് ഈ യഹൂദ വിശ്വാസികളോട് ഈ ലേഖനകർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം യേശുക്രിസ്തു എബ്രഹാമിനേക്കാളും വലിയവനാണ്, നിങ്ങൾ പറയുന്ന അഹരോനേക്കാളും വലിയവനാണ്. യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുന്ന മോശയെക്കാളും വലിയവനാണ്, നിങ്ങൾ വിശ്വസിച്ച സകല പ്രവാചകന്മാരെക്കാളും വലിയവനാണ് കർത്താവായ യേശുക്രിസ്തു അവൻ കേവലം മനുഷ്യൻ മാത്രമല്ല, യേശു ദൈവമാണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി അവരെ ആ ഒരു ചാനലിലേക്ക് പതുക്കെ കൊണ്ടുവരുന്ന. അപ്പോൾ ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവിക സത്യങ്ങളുടെ പൊരുളുകൾ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവിക വെളിപ്പാടിലൂടെയാണ് ഈ വചനത്തിൽ നമുക്ക് വെളിപ്പാടാണ് നമുക്ക് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഒരു നാളും മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പിതാവായ എബ്രഹാമിനേക്കാളും നീ വലിയവനാണോ? അവൻ മരിച്ചു, പ്രവാചകന്മാർ മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കാൻ ശ്രമിക്കുകയാണ് യേശുവിനോട് ചോദിക്കുന്നുണ്ടല്ലേ. യോഹന്നാൻ സുവിശേഷം 8:56 ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അവിടെ
കാരണം ഞാനിത് പറയുന്നതല്ല, എബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് യേശു പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നുണ്ട്. അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ പിതാവായ അബ്രാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവും അറിഞ്ഞ് ദേവാലയത്തിൽ വിട്ടുപോയി. അപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസ സംഹിതയാണ്. എബ്രഹാമിനേക്കാൾ ഉന്നതനായിട്ടുള്ള വ്യക്തിയെ അവർക്ക് വിശ്വസിക്കാൻ, ഒരു മനുഷ്യനായി ജനിച്ച വ്യക്തി അതിനേക്കാൾ ഉന്നതനായിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്, ബിഫോർ ഐ ആം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു അത് എബ്രഹാമിന് മുമ്പുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി മാത്രമല്ല, യേശുക്രിസ്തു എബ്രഹാമിനേക്കാളും എങ്ങനെ ഉന്നതനായി എന്നുള്ളതിനെ പറ്റി ഒരു കാര്യം കൂടെ അവിടെ പറയുന്നത്. കാരണം എബ്രഹാമിനെ അതിലേക്ക് നമുക്ക് വരാം. എബ്രഹാം ഈ മഹാപുരോഹിതനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ മെൽക്കിസേദെക്കിനെ കാണുമ്പോൾ, എബ്രഹാം അദ്ദേഹത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ബ്ലസ്സസ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതനായി തന്നെയാണ് എബ്രഹാം അദ്ദേഹത്തെ കാണുന്നത്. അതിന് മാത്രമല്ല, ഈ യഹൂദന്മാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന മശിഹ, ഈ മശിഹ രാജാവും പ്രവാചകനല്ല പുരോഹിതനുമായിരിക്കും. വരാൻ പോകുന്ന മശിഹ, ആ മശിഹ വന്നു കഴിഞ്ഞു. ഈ മശിഹ ആയിരുന്നു മെൽക്കിസേദെക്ക്, അല്ലെങ്കിൽ ഈ മശിഹ ആയിരുന്നു യേശുക്രിസ്തു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ സക്കറിയ പ്രവാചന പുസ്തകത്തിന്റെ അതിന്റെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 12-ാം വാക്യത്തിൽ ഇവര് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു രാജാവും പുരോഹിതനുമായ അവിടെ അവര് വരാൻ പോകുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. 6:12 അവിടെ അതെ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്നു, യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണം ധരിച്ചു സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായി ഇരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാനം മന്ത്രണം ഉണ്ടാകും. ആ കിരീടമോ ഹേലം. അതെ, അപ്പോൾ അവര് വിശ്വസിക്കുന്ന ആ ഭാഗം ഉണ്ട്, അതല്ലാതെ ഉണ്ട് ചിലയിടങ്ങളിൽ. അപ്പോൾ ഇവര് വിശ്വസിച്ചിരുന്ന വരാൻ പോകുന്ന മശിഹ വന്നിട്ടില്ല എന്നാണ് അന്നുണ്ടായിരുന്ന യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന മശിഹ ആ യേശു തന്നെയാണ്. അദ്ദേഹം പ്രവാചകനുമാണ്, അദ്ദേഹം പുരോഹിതനുമാണ്, രാജാവുമാണ്. അപ്പൊ ഈ യേശുക്രിസ്തു ഈ ലാസ്റ്റ് ഡേയ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ സമയം വരുമ്പോൾ, വരാൻ പോകുന്ന അന്തിക്രിസ്തു എങ്ങനെയുള്ള വ്യക്തിയായിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇവരെ ഏറ്റവും വലിയൊരു ഡിസെപ്ഷനിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളൊരു അതുവഴിയാണ് ഇവരെ പലപ്പോഴും ഡിസെപ്ഷനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഇദ്ദേഹം ഒരു ഭരണാധികാരിയും അതേ സമയത്ത് ഒരു പുരോഹിതനുമായിട്ടാണ് വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവരുടെ രക്ഷകനെന്ന് ഇവർക്കറിയാം, പ്രവാചകന്മാരുടെ അറിയാം. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തി വത്തിക്കാൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ വത്തിക്കാനിലായിരിക്കുന്ന പോപ്പ് മാത്രമേ ഉള്ളൂ. പോപ്പ് അദ്ദേഹം ഇന്നൊരു പുരോഹിതനുമാണ്. ഏകദേശം 100 ഏക്കറോളം നിലനിൽക്കുന്ന വത്തിക്കാൻ എന്ന പട്ടണത്തിന്റെ, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഒരു മൊണാർക്കായിട്ട് ഇന്ന് ആയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു തലത്തിലുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുക. അപ്പൊ ഈ രാജാവ് മാത്രമല്ല പുരോഹിതനുമായിരിക്കുന്ന ഈ വ്യക്തി, നമുക്കറിയാം 2 തെസ്സലോനിയരിൽ ആ ഒരു വരാൻ പോകുന്ന അന്തിക്രിസ്തുവിന് അന്ത്യം എന്തായിരിക്കും? അദ്ദേഹം രാജാവും പുരോഹിതനുമായി വെളിപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന മെൽക്കിസേദെക്ക് ആയി പഴയ നിയമത്തിൽ വെളിപ്പെട്ട യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
2 തെസ്സലോനിയർ 2:3 ആരും ഏത് വിധനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നാശയോഗ്യവും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്ന പൂജാവിഷയം എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്ന എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ ആ ഒരു അന്തിക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്, ഓൾറെഡി വ്യാപരിക്കുന്നുണ്ട്, അന്ന് മുതൽ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടാൻ പോകുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടായിരിക്കും വെളിപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതെപ്പോൾ വെളിപ്പെടുമെന്നും ഈ ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ പൗലോസ് ആരുമായിട്ട് എഴുതട്ടെ. അപ്പൊ ഇവര് നമ്മളെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു തന്നെയാണ് ആമേൻ യഥാർത്ഥത്തിലുള്ള മസിയ എന്ന് വെളിപ്പെടുവാൻ കൂടെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നു, അവനെ തടുക്കുന്നവനാരാണ്? ഈ അന്തിക്രിസ്തു വെളിപ്പെടുവാൻ തടുക്കുന്നത് ആമേൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്, ദൈവസഭ ഇന്ന് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആമേൻ ഈ ശക്തി, ഈ ദുർശക്തി വെളിപ്പെടുന്നില്ല. അപ്പോൾ തടുക്കുന്നവരാണ്. അപ്പം പലരും പറയുന്നത് ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ തടുക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ഇതിനെ തടുക്കുന്ന ദൈവസഭയാണ്. ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴാണ് അന്തിക്രിസ്തു വെളിപ്പെടുന്നതെന്നാണ് പ്രീ ട്രിബുലേഷനിലുള്ള ദൈവിക ഒരു ഡോക്ട്രിൻ. അവിടെ അത് നീങ്ങിപ്പോവുക മാത്രമാണ്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. പക്ഷെ ഈ അധർമ്മമൂർത്തിയെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി അതിന്റെ പ്രത്യക്ഷത്തിന്റെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു ആണ് യഥാർത്ഥത്തിൽ രക്ഷകനെന്ന് മറ്റൊരു രീതിയിൽ ഇവരെ പറഞ്ഞെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. കർത്താവായ യേശു ക്രിസ്തു മെൽക്കീസദക്കിന്റെ ക്രമപ്രകാരം ഉണ്ടായിരുന്ന രാജാവ് പുരോഹിതനുമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ആ ഒരു പൗരോഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ രാജാവും പുരോഹിതനുമായിരിക്കുന്ന മെൽക്കീസദക്കിന്റെ പൗരോഹിത്യത്തിലേക്ക്, ലേവി പൗരോഹിത്യത്തിൽ നിന്നും ഇവരെ ദൈവരെ മാറ്റി അതിൽ നിന്ന് ഒരു മാറ്റം വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. അപ്പോൾ യേശു ക്രിസ്തു മെൽക്കീസദക്കുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് സാമ്യം പലയിടങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. 3-ാം വാക്യത്തിൽ പറയുന്നു, അവന് പിതാവില്ല. ആർക്ക്? മെൽക്കീസദക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലി ആർക്കും അറിയില്ല, ജീവാരംഭം എവിടെയാണെന്ന് അറിയത്തില്ല. ഈസ് ആൽഫ, ഈസ് ഒമേഗ, ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്ന ഒരു മെൽക്കീസദക്ക്. ആ ദൈവപുത്രന് തുല്യനായിരിക്കുന്ന മെൽക്കീസദക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്രിസ്തോഫനിയായി മാറുകയാണ്, അല്ലേ? അതിന് യേശുക്രിസ്തു ആണ് അല്ലെങ്കിൽ ആ മഹാപുരോഹിതൻ മെൽക്കീസദക്ക് എന്ന് മറ്റൊരു രീതിയിൽ അവിടെ പറയുകയാണ്, ദൈവത്തിന് തുല്യനായി നിൽക്കുകയാണ്. പിന്നെ പറയുന്നത് 14-18 അവിടെ പറയുന്നു, എന്നേക്കും തുല്യനായി പുരോഹിതനായിരിക്കുന്നു. 14-18 ജനസിസ് 14-18 കാണുന്നൊരു ഭാഗമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശാലേം രാജാവായ മെൽക്കീസദക്ക് ഈ അബ്രഹാമിനെ എതിരേറ്റ് വരുമ്പോൾ മെൽക്കീസദക്ക് വരുന്ന 2 കാര്യങ്ങൾ. മെൽക്കീസദക്ക് എന്ന ദൈവത്തിൻ്റെ അത്യുന്നതനായ പുരോഹിതനും രാജാവുമായിരിക്കുന്ന ആ മെൽക്കീസദക്ക് അബ്രഹാമിനെ എതിരേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പവും വീഞ്ഞും കൊണ്ടിരുന്നുണ്ട്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം 14-18. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. 14-18 അവിടെ പറയുന്നൊരു കാര്യം, ശാലേം രാജാവായ മെൽക്കീസദക്ക് അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. ഷാവേർ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മെൽക്കീസദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അപ്പോൾ അപ്പവും വീഞ്ഞുമായി വരുന്നൊരു വ്യക്തി, പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യക്തി എവിടത്തുമില്ല. അത് യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാൻ. അപ്പോൾ അവിടെ വന്ന ആ പുരോഹിതൻ തൻ്റെ കരങ്ങൾ അപ്പവും വീഞ്ഞും കാണിക്കുന്നത് തന്നെ അപ്പം യേശു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു.
ഈ അപ്പം തിന്നുന്നവൻ എല്ലാ നാളും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അതെ, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന അപ്പവും രക്തമായിരിക്കുന്ന വീഞ്ഞുമാണ് നമ്മൾ കർത്തൃമേശയിൽ പലപ്പോഴും അത് എടുത്ത് ഉയർത്തുന്നത്. അതിനെ പ്രതികരിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ വരുന്ന മഹാപുരോഹിതനായ അതേ മെൽക്കീസേദെക്ക്, രാജാവുമായിരിക്കുന്ന മെൽക്കീസേദെക്ക് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതേ സ്തോത്രം, അത് യേശു ക്രിസ്തു തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുവാനുള്ള മറ്റൊരു കാരണം അതായിരുന്നു, അല്ലേ? യേശു അവിടെ പറയാണ്, ആകയാൽ യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 6:51 പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയും. അപ്പോൾ ഈ അപ്പം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കത്തില്ലെന്ന് യേശു പറയുമ്പം അന്നുണ്ടായിരുന്ന പല യഹൂദന്മാർ ഇട്ടിട്ട് പോയി. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പലരും യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോഴാണ് പത്രോസിനെ കാണുമ്പോൾ യേശു ചോദിക്കുന്നത്, പത്രോസെ നിനക്കും പോകണമോ എന്ന് ചോദിക്കുമ്പോൾ യേശു സത്യമായി സംസാരിക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, പിതാവ് ആകർഷിക്കാതെ ആർക്കും, കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അപ്പോൾ യേശു ക്രിസ്തു കൃപ നൽകിയ ഒരു കൂട്ടം യഹൂദന്മാരോട് ആമേൻ പറയുകയാണ്, ഈ മെൽക്കീസേദെക്ക് എന്ന് പറയുന്ന വ്യക്തി മറ്റാരുമല്ല, ഇത് സർവശക്തനായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവാണ്. ഈ മെൽക്കീസേദെക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമാണ്. അതുകൊണ്ടാണ് 4 വാക്യത്തിൽ പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. യേശു ഈ മെൽക്കീസേദെക്ക് എന്ന് പറഞ്ഞിട്ട് 4 വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ മെൽക്കീസേദെക്ക് നിങ്ങളുടെ ലേവി പൗരോഹിത്യത്തെക്കാളും നിങ്ങളുടെ അഹരോന്യ പൗരോഹിത്യത്തെക്കാളും നിങ്ങൾ വിശ്വസിക്കുന്ന എബ്രഹാമിനേക്കാളും ഈ മെൽക്കീസേദെക്ക് എന്ന വ്യക്തി അദ്ദേഹം ഉന്നതനാണ്. അവന് പിതാവില്ല, മാതാവില്ല. യേശുവിന് വംശാവലിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് ജഡത്തിൽ പിതാവോ മാതാവോ ഇല്ല. സ്വതം. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ കാണിക്കുന്നത് മെൽക്കീസേദെക്ക് എന്ന വ്യക്തി യേശു ക്രിസ്തു ആണ് എന്നുള്ളതിനെ പറ്റിയാണ്. യേശു ക്രിസ്തു അതെ യോഹന്നാന് വെളിപ്പെടുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയും, എനിക്ക് ഐ ഹാവ് നോ ബിഗിനിങ് നോർ എൻഡ്, തുടക്കവും എനിക്ക് ഒടുക്കവുമില്ല. അപ്പോൾ കഴിഞ്ഞ പഴയ നിയമത്തിന്റെ പുസ്തകത്തിൽ എബ്രഹാമിന്റെ കാലഘട്ടങ്ങളിൽ എബ്രഹാമിന് വെളിപ്പെട്ട മെൽക്കീസേദെക്ക് ആ യേശു ക്രിസ്തു അതേ 430 വർഷത്തിന് ശേഷം കൊടുക്കപ്പെടുന്ന ലേവി പൗരോഹിത്യം തുടങ്ങുമ്പോൾ മുതൽ ആമേൻ അവിടെ ലേവി പൗരോഹിത്യം അവസാനിക്കുന്നത് കാൽവരിയുടെ ക്രൂശിൽ അവൻ സ്വന്തം ശരീരത്തെ വലിച്ചു കീറി അതേ ദേവാലയത്തിന്റെ തിരശ്ശീല വലിച്ചു കീറപ്പെടുന്നതോടെ ലേവി പൗരോഹിത്യം തീർന്നു. അവിടെ ഒരു മാറ്റമുണ്ടായി. ലേവി പൗരോഹിത്യം നിന്നും മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപൗരോഹിത്യത്തിലേക്ക് ലോക ജനതയെ ആമേൻ അവിടെ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ കാൽവരിയുടെ ക്രൂശിൽ സ്വയം യാഗമായി തീരുമ്പോൾ സ്വന്തം ശരീരമാകുന്ന തിരശ്ശീലയെ വലിച്ചു കീറിക്കൊണ്ട് അവിടെ ലേവി പൗരോഹിത്യം അവസാനിക്കുകയാണ്. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം അവിടെ വലിച്ചു കീറി യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലേവിയുടെ മഹാപുരോഹിതം തീരുകയാണ്. യേശു ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവിടെ ആമേൻ മഹാപുരോഹിതൻ വസ്ത്രം കീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അപ്പോൾ അതിലേക്കൊക്കെ വീണ്ടും കടന്നു വരുന്നുണ്ട്. ഈ പൗരോഹിത്യത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് ഈ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ മാത്രം സംസാരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ടുള്ള ഈ ലേവി പൗരോഹിത്യത്തിൽ നിന്നും എങ്ങനെ ഈ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലേക്ക് മാറ്റപ്പെടുന്നു. ലേവി പൗരോഹിത്യം കഴിഞ്ഞു. ഇസ്രായേലിന് മാത്രമുള്ള പൗരോഹിത്യമല്ല, ഇസ്രായേലിന് മാത്രമുള്ള വിളിയല്ല. ഇന്ന് ലോകമെമ്പാടും ആമേൻ 7 ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടക്കുന്ന സകലമായ ആമേൻ മനുഷ്യർക്കും സദ്വാർത്ത അറിയിച്ചുകൊണ്ട് ദൂതൻ ഇറങ്ങി വരുമ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ആമേൻ അതേ സ്വതം നിങ്ങൾക്ക് സമാധാനം ഒരു സന്തോഷ വാർത്തയുമായി കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സമാധാനത്തിന് ദൈവമായി കർത്താവായ യേശു ക്രിസ്തു അതേ കർത്താവായ യേശു ക്രിസ്തു അവിടെ പൂജാതനാകുമ്പോൾ അവിടെ ലോകത്തിനൊരു സന്തോഷ വാർത്തയുമായി കടന്നു വരികയാണ്. ഒരു അവിടെ കർത്താവിന് സ്വന്തം മാതാവില്ല, പിതാവില്ല. അത് ദൈവത്തിന്റെ പുത്രനായി കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുകയാണ്. അവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ.
ഗോത്രപിതാവായ അബ്രഹാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പിതാവായ അബ്രഹാം പോലും കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. കാരണം മറ്റൊന്നുമല്ല, അബ്രഹാമിനേക്കാൾ ഉന്നതനായ ഒരുവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആമേൻ, ലേവി എന്ന വ്യക്തി അബ്രഹാം ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ്, ആമേൻ, പലരും പറയും ഞാൻ അതിലേക്ക് ഇന്ന് കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ആമേൻ, ഇന്ന് പലപ്പോഴും ദശാംശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് പലരും പറയാറുണ്ടല്ല, അതേ പഴയ നിയമത്തിൻ്റെ ലേവി പൗരോഹിത്യത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരമാണ് ദശാംശം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ദശാംശം നിലനിന്നിരുന്നു. അത് എബ്രഹാം മാത്രമല്ല കൊടുത്തത്, യാക്കോബ് നേർച്ച നേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അബ്രഹാം തുടങ്ങി അങ്ങോട്ട് വരുമ്പോൾ ഇവർ കൊടുത്തത് ലേവിക്കല്ല കൊടുത്തത്, ഇവർ കൊടുത്തത് അഹ്റോനല്ല അബ്രഹാം കൊടുത്തത്. അബ്രഹാം ഈ ദശാംശം കൊടുത്തത് അല്ലെ മെൽക്കീസദെക്ക് എന്ന പുരോഹിത അത്യുന്നതനായ ദൈവത്തിനാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ലേവി പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ മെൽക്കീസദെക്ക്, നിങ്ങൾ ജനത്തിൻ്റെ കരങ്ങളിൽ നിന്നും ലേവി എന്ന ഒരു ഗോത്രത്തെ മാറ്റി നിർത്തി 12 ഗോത്രങ്ങളിൽ ലേവി എന്ന ഗോത്രത്തെ മാറ്റി ആമേൻ ദൈവവേലയ്ക്ക് വേണ്ടി മാത്രം അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ 11 ഗോത്രങ്ങളും 10% ലേവിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ലേവി സ്തോത്രം എബ്രഹാമിൻ്റെ ലോയൻസിൽ കടിപ്രദേശത്ത് ഇരിക്കുമ്പോൾ തന്നെ എബ്രഹാം മെൽക്കീസദെക്കിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ലേവി എബ്രഹാമിലൂടെ ദശാംശം അല്ലെങ്കിൽ ഓഫറിങ് ആമേൻ മെൽക്കീസദെക്കിന് കൊടുത്തു. അപ്പോൾ ആരാണ് വലുത്? നിങ്ങളുടെ ലേവിയാണോ വലുത്, ഈ മെൽക്കീസദെക്കാണോ വലുത് എന്നുള്ള ചോദ്യം അവിടെ അവർക്ക് യഥാർത്ഥത്തിൽ സാക്ഷീകരിക്കാൻ. ഇത് മറിഞ്ഞു കിടക്കുന്ന മർമ്മമായത് ചിലർക്കൊരു ആമേൻ പൂർണ്ണമായിട്ട് മനസ്സിലായിരിക്കില്ല. പക്ഷേ നമുക്കത് പിന്നീട് അതിലേക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കടന്നു വരാൻ നമ്മുടെ സമയങ്ങൾ തീരുകയാണല്ലോ. നമുക്കൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കാൽവരിയുടെ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ ആ ലേവി പൗരോഹിത്യം അവിടെ അവസാനിക്കുകയായിരുന്നു. ആമേൻ, അപ്പ എന്ന് വിളിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഒരിക്കലും അതിനുള്ള ഭാഗ്യം നമുക്കില്ലായിരുന്നു. എന്നാൽ ദൈവമക്കളെന്ന അധികാരത്തിലേക്ക് അവകാശത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. സ്തോത്രം, നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മൾ ഒരു സാധാരണ വ്യക്തി എന്നോണം ഇറങ്ങി വന്നു. ഒരു സാധാരണ അടിമയെന്നോണം കർത്താവ് ജീവിച്ചു. തൻ്റെ ജീവൻ കാൽവരിയുടെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇനി മടങ്ങി വരാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു രാജാവും പുരോഹിതനുമായി കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ മടങ്ങി വരാൻ പോവുകയാണ്. അന്ന് നമ്മളെ ചേർക്കുവാനായി ഹല്ലേലൂയ നമ്മുടെ മഹാപുരോഹിതനായി, നമ്മുടെ രാജാവായി, ശാലേം രാജാവായി, സമാധാനത്തിൻ്റെ രാജാവായി, ഹല്ലേലൂയ ആ കർത്താവ് മടങ്ങി വരുന്നത് ഇസ്രായേലിന് വേണ്ടിയല്ല. ആ മഹാപുരോഹിതൻ മഹാരാജാവുമായ യേശു കർത്താവ് മടങ്ങി വരുന്നത് തൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയാണ് ദൈവസഭയെ ദൈവം മാറ്റിയെന്ന വ്യക്തമായ ഒരു വെളിപ്പാട് അവരിലേക്ക് കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തുടർമാനമായി ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. അതെങ്ങനെ നടക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ.